പിന്നെ ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കാരണം ഹരിയാനയിൽ നമ്മുടെ വിനേഷ് ഫോഗട്ടും അല്ലെങ്കിൽ ബജ്രംഗ് പുനിയും ഒക്കെ BJPക്കെതിരായി വളരെ ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യമാണ് ഹരിയാന ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ളത്. അതിന്റെ ഒപ്പം തന്നെ കർഷകരും വളരെ ശക്തമായിട്ട് BJPക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാരണം കർഷക വിരുദ്ധമായിട്ടുള്ള നടപടികളോ അല്ലെങ്കിൽ കർഷകരുടെ ആവശ്യങ്ങൾ വേണ്ടതുപോലെ അംഗീകരിക്കപ്പെടാത്ത അല്ലെങ്കിൽ അതിനോടൊക്കെ സ്വീകരിക്കുന്ന ഒരു അവഗണനയൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായി കണക്കാക്കുന്നത്. ഈ സമയത്ത് ഈ ബ്രജ്ഭൂഷൺ ഈ മനുഷ്യൻ ഭയങ്കര മോശമായിട്ടുള്ള പരാമർശങ്ങളാണ് വിനേഷ് ഫോഗട്ടിനെതിരെയൊക്കെ ഉയർത്തിവിടുന്നത്. വിനേഷ് തോറ്റതിന് നമുക്ക് എല്ലാവർക്കും വേദനയുള്ള കാര്യമാണ്. ലൈക്ക് അത് കണ്ണീരോടെ അല്ലാതെ ഏതെങ്കിലും ഇന്ത്യക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ബ്രജ്ഭൂഷൺ മാത്രമായിരിക്കും. പുള്ളിക്കാരൻ ഇതുപോലെ അതെ. അപ്പൊ പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ പറഞ്ഞ സംസാരം ഇതാണ്. അതായത് വിനേഷ് ഇസ് ലൈക്ക് എന്താ പറയാ, മഹാഭാരതത്തിലെ ദ്രൗപദിയെ പോലെയാണ്. ഇവരെ കോൺഗ്രസ് ദ്രൗപദിയെ പാഞ്ചാലി യൂസ് ചെയ്ത പോലെ യൂസ് ചെയ്യുകയാണെന്നൊക്കെ ഉള്ള രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇയാൾ നിരന്തരം പറയുന്നത്. എവിടെ മത്സരിച്ചാലും വിനേഷ് ജയിക്കില്ല, അവള് കള്ളത്തരം കാണിച്ചാണ് ഗുസ്തി മത്സരത്തിൽ പോയത്, അതുകൊണ്ടാണ് അവള് തോറ്റത് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള എന്താ പറയാ പ്രതികരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. കേന്ദ്ര നേതൃത്വം, അതായത് BJP നേതൃത്വം മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് പോലും മിണ്ടാതിരിക്കാൻ പറ്റാതെയാണ് ഈ മനുഷ്യൻ ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പം അതെ ഒന്ന് ആലോചിച്ച് നോക്ക്, പുള്ളി ചവിട്ടി മെതിക്കാൻ ശ്രമിച്ച ആളുകൾ പുള്ളിക്ക് ഒപ്പം എത്തുന്നൊരു ലൈക്ക് ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവര് MLA MP ഒക്കെ ആയി അവര് വലിയ പൊസിഷനിലോട്ട് എത്തും. അപ്പൊ അതിന്റെ ഒരു ഭയം എന്തായാലും ഇവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഫ്രസ്ട്രേഷനിലായിരിക്കും ആൾ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ബ്രജ്ഭൂഷന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കുമെന്നാണ് വിനേഷ് ഫോഗട്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം വിനേഷ് ജയിക്കുകയാണെങ്കിൽ അത് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഇയാൾക്കൊക്കെ എതിരെ നിന്ന് ജയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഇപ്പം വിനേഷ് ഇലക്ഷൻ അല്ലെങ്കിൽ കോൺഗ്രസിലോട്ട് വരുവാന്ന് തന്നെ പറഞ്ഞപ്പോൾ തന്നെ അവരുടെ റെയിൽവേയിലുള്ള ജോലിയുടെ കാര്യത്തിലൊരു ഇതായതാണ്. അപ്പൊ തന്നെ അവർ റെയിൽവേയിൽ ജോലി വേണ്ടാന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് വിരമിക്കാനുള്ള കാര്യങ്ങളും ചെയ്തതാണ്. അപ്പം അത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം 3 മാസത്തെ നോട്ടീസ് കാലാവധി റദ്ദാക്കി റെയിൽവേ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അവര് അത് അംഗീകരിച്ചതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഇവര് മത്സരിക്കും, മത്സരത്തില് വിജയിക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെ ഒരു അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഹരിയാനയില് കോൺഗ്രസിന്റെ ഒപ്പം AAP, അതായത് അവർ സഖ്യമായി ചേർന്ന് മത്സരിക്കും എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ആ വാർത്തകൾ നിഷേധിച്ചിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർഷക സംഘടനകളുടെ സപ്പോർട്ടും അതേപോലെ തന്നെ വിനേഷ് ഫോഗട്ടിന്റെ അടക്കമുള്ളവരുടെ സപ്പോർട്ടും കടുത്ത ജനവിരുദ്ധ, അതായത് ഒരു എന്താ പറയാ, ജനങ്ങൾക്കിടെ ഇടയിലൊരു ഭരണവിരുദ്ധ വികാരം ഉള്ളത് കൊണ്ട് തന്നെ സുഖമായി സ്വയം ജയിച്ചു പോകും എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. അപ്പം മുതിർന്ന നേതാക്കളൊക്കെ ആ വിജയ സാധ്യത പറയുന്നത് കൊണ്ട് കൂടി തന്നെ കോൺഗ്രസ് AAPയുമായിട്ട് സഖ്യത്തിൽ വരില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്.